അരുമക്കിളി നീയല്ലേ, ആരിരാരോ പാട്ടല്ലേ, കാലമെനിക്കായി കയ്യിൽ തന്ന നിധിയേ. എൻ്റെ മോൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് ഇന്നിവിടെ. ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും സ്റ്റാഫ് നഴ്സായിട്ട് ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി അങ്ങനെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഹസ്ബൻഡ് യാദൃശ്ചികമായിട്ട് ഇവിടെ വന്ന് ഇവിടെ എല്ലാവരെയും കാണാനും സഹകരിക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിങ്ങനെ സംസാരിച്ചു, മോൻ്റെ ബർത്ത്ഡേ നമുക്ക് മറ്റേ പ്ലാനിങ് വേണ്ടെന്ന് വെച്ചാലോ, കാരണം അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഒരു സന്തോഷം നമുക്ക് എന്തായാലും ഇവിടെ വന്ന് അത് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചാൽ അതുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു പ്ലാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് ഈ ഒരു ദിവസം ആഘോഷിക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങളുടെ മോനെ സംബന്ധിച്ച് അവനങ്ങനെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് അങ്ങ് മിങ്കിളാവുന്ന ഒരാളല്ല. പക്ഷേ ഇന്നിവിടെ വന്ന് ഇവിടുത്തെ ഈ ഗേറ്റ് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ എല്ലാവരുടെയും അടുത്ത് ഭയങ്കരമായിട്ട് ഓടി നടക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അവൻ ഇതൊക്കെ കണ്ട് വളരുന്നത് തന്നെയാണ് ഇനി നല്ലതെന്ന് ഒരു ഇതുണ്ട്, അഭിപ്രായമുണ്ട്. എന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. മോനാണെങ്കിൽ ഇന്ന് വീട്ടിൽ വെച്ച് ഞങ്ങൾ ചെറിയ രീതിയിലൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അവൻ ഇത്രയും ഹാപ്പി അല്ല. പക്ഷെ ഇപ്പം അവൻ ഇത്രയും സന്തോഷത്തിൽ അവൻ ഇവിടെ ഓടിക്കളിക്കുന്നുണ്ട്. അവനെ ഇനി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യം പോലും ഡൗട്ടാണ്. അത്രയും ഹാപ്പി ആയിട്ടാണ് അവനോട് ഓടി നടക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ മകൻ്റെ ബർത്ത്ഡേ സംബന്ധിച്ചാണ് ഇന്ന് ഈ സമുദ്രതീരത്ത് നമ്മളൊക്കെ എത്തിപ്പെടാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ വൈഫും സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മൾ ഈ നഴ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒത്തിരി പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴൊക്കെ നമ്മളിതുപോലെ വയോജനങ്ങളൊക്കെ ഉള്ള കെയർ ഹോമുകളിലും കാര്യങ്ങളൊക്കെ ഒത്തിരി പോയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കിവിടെ ഫസ്റ്റ് ടൈം ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇവിടെ കാണാൻ വന്ന സമയത്ത് തന്നെ കണ്ടപ്പോഴത്തേക്ക് തന്നെ ഒത്തിരി സന്തോഷം തോന്നി മനസ്സിന്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഒത്തിരി അച്ഛനും അമ്മമാരും ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ ഉപരി ഒത്തിരി നല്ല നല്ല ഹൈജീനിക് ആയിട്ടാണ് അവർക്ക്, ഒത്തിരി ഹൈജീനിക് ആയിട്ടായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഹൈജീനിക് ആയിട്ടാണ് അവരെ നോക്കുന്നതും അവരുടെ ചുറ്റുപാടുകളെല്ലാം കാണുന്നതാണെങ്കിലും ഒത്തിരി സന്തോഷമുണ്ട് അതൊക്കെ കണ്ടതിൽ. ഇത്രയും ഫെസിലിറ്റി ഉള്ള ഒരു സെൻറ്റർ തിരഞ്ഞെടുത്ത് അവർക്ക് എത്തിപ്പെടാൻ കഴിയുന്നതും അവരെ ഇവിടേക്ക് എത്തിക്കപ്പെടുത്തുന്നതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഒരു സ്ഥലം എപ്പോഴും വളരെയധികം സേഫായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ വരും കാലത്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ, ഇപ്പോൾ എൻ്റെ ജോലിപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിലുപരിയായിട്ടുള്ള എന്തെങ്കിലും സഹായത്തിനാണെന്നുണ്ടെങ്കിലും എൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോ എൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ ഒത്തിരി സപ്പോർട്ട് ഈ ഒരു സ്ഥാപനത്തിനുണ്ടായിരിക്കും.